നിനക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അതെ, ആ ഡോക്ടറിനൊന്നും അറിഞ്ഞൂടാത്തോണ്ട് പറയുന്നതാ. പുറമേ പരിക്കൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാലും കൈയൊക്കെ ഉള്ളില് പീസ് പീസായിട്ട് കിടക്കുക. എനിക്ക് വയ്യേ, എന്റെ കാല്, അയ്യോ എന്റെ കൈ. ഈ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നേ? അയ്യോ ഡോക്ടറെ, എനിക്ക് ഒട്ടും വയ്യ. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. നിന്റെ കള്ളത്തരം ഞാൻ ഇപ്പൊ തന്നെ പൊളിച്ചുതരാം. ആ ഡോക്ടർ, ഇവളുടെ കാല് സർജറി ചെയ്യുന്നതാ നല്ലത്. വേഗം ഒരു സർജറിക്കുള്ള ഏർപ്പാട് ചെയ്യൂ ഡോക്ടർ. സർജറിയുടെ ഒന്നും ആവശ്യമില്ല. കാലിനും കൈക്കും പ്ലാസ്റ്റർ ഇട്ടാ മതി. ആ നോക്കാം, പ്ലാസ്റ്ററോ ബാൻഡേജോ ചെയ്തേക്കാം. എനിക്ക് കൃത്യമായിട്ട് അറിയാം നിന്റെ കൈക്കും കാലിനൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാ മതിയോ? നിന്റെ ആക്ടിങ് കണ്ട ആർക്കാ പിടികിട്ടാത്തത്? നീ നല്ലൊരു ആക്ട്രസ് ആണ് കേട്ടോ. ഉർവശി അവാർഡൊക്കെ കിട്ടും. ചെമ്പകമംഗലത്ത് നിന്ന് നിനക്ക് പോവാൻ പറ്റില്ല. പോകാതിരിക്കാനുള്ള ഡ്രാമയല്ലേടി നീ കാണിക്കുന്നത്? എനിക്ക് ആ നാശം പിടിച്ച വീട്ടിൽ നിന്ന് പോയാ മതി. പിന്നെ നിന്റെ അഭ്യാസമൊക്കെ ഞങ്ങൾക്കറിയില്ലേ? എടി, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. നീ എന്ത് തരികിട കാണിച്ചാലും എനിക്കത് മനസ്സിലാവും. ഇനി ഇവിടെ കിടന്ന് ഡ്രാമ കാണിച്ച് നിന്നെ ഞാനെടുത്ത് അകത്തിടും. മോനെ പോട്ടെ. മീനാക്ഷി കാണിക്കുന്നതൊക്കെ ഒരു കുസൃതിയായിട്ട് കണ്ടാ മതി. അവളെവിടെ പോവാന്? അങ്ങനെ നിങ്ങളുടെ ആരുടെയും ദയ കൊണ്ടൊന്നും ഞാൻ ഇവിടെ നിൽക്കില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. എനിക്ക് പോണമെന്ന് തോന്നിയാ ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും പോവും. എന്നെ തടയാനൊന്നും പറ്റില്ല. എനിക്കിവിടെ നിൽക്കണമെന്നുള്ളത് എന്റെ ലക്ഷ്യം. അത് എന്റെ അമ്മയെ കൊന്നതിന് നിങ്ങളോട് പ്രതികാരം ചെയ്യാനാ. നീ എന്തിനാ മനഃപൂർവ്വം നിന്റെ സ്കൂട്ടർ ഞങ്ങളുടെ വണ്ടി കൊണ്ടുവന്ന് ഇടിക്കാൻ നോക്കിയത്? ഞാൻ മനഃപൂർവ്വം വന്ന് നിങ്ങളെ ഇടിച്ചെന്നോ? നിങ്ങളുടെ വണ്ടിയല്ലേ എന്നെ വന്ന് ഇടിച്ചത്. വണ്ടി ഇടിപ്പിച്ചും എന്റെ കൈയും കാലും മേലും തകർത്തതും പോരാ, ഇപ്പൊ കുറ്റം എനിക്കാണോ? അയ്യോ, ഒരു കാര്യം ചെയ്യാം, നമുക്കിത് കേസാക്കാം. എന്തു പറയുന്നു? ഒരു കാര്യം ഞാൻ പറയാം. നീ മര്യാദയ്ക്കാണെങ്കിൽ നിന്നെ ചെമ്പകമംഗലത്ത് നിർത്തുന്ന കാര്യത്തില് ഞങ്ങൾ നിന്നെ സഹായിക്കാം. അതല്ല, ഈ വിളച്ചിൽ ഇനിയും തുടരാനാണ് നിന്റെ ഭാവമെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വരും. എന്റെ ഈ ദേവമ്മയ്ക്ക് എല്ലാരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ആരെയും വെറുക്കാൻ അറിയില്ല. ഇനിയെങ്കിലും നീ അത് തിരിച്ചറിഞ്ഞാൽ നിനക്ക് നല്ലത്. വൈശാഖിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ മെസ്സേജ് അയക്കരുതെന്ന്. മെസ്സേജ് അയച്ച് ഇത് ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോകുന്നു. കേൾക്കണ്ട. ഒരു മെസ്സേജ് കൊടുത്തിട്ട് മൈഥിലി എന്താ റിപ്ലൈ ഒന്നും തരാത്തെ?
മതിയല്ലോ. അല്ല, നീ ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ അമ്പലത്തിലേക്കൊന്ന് പോവാമേ. ഈ നേരത്തോ? ഇപ്പൊ ഉച്ചപൂജയും കഴിഞ്ഞ് നടയടച്ച് ശാന്തിക്കാരൻ തിരുമേനി അയാളുടെ വീട്ടിൽ പോയി കാണും. അമ്പലത്തിൽ മാത്രമല്ലമ്മേ, എനിക്ക് വേറെ ചില കാര്യങ്ങൾക്കും പോവാനുണ്ട്. നീ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് ഇവിടുന്ന് പോകുന്നത് ശരിയല്ല. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോടും കൂടെ പറയാലോ. ഞാനും കൂടെ വരാൻ നിന്റെ കൂടെ. എനിക്ക് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നൊന്നും ഇഷ്ടമല്ല. ആരും എൻ്റെ കൂടെ വരണ്ട. ഗർഭാലസ്യമുള്ള സ്ത്രീകളോ പുറത്തൊറ്റയ്ക്ക് പോവാൻ പറ്റില്ല. ഈ കാര്യം അമ്മയെങ്ങാനും അറിഞ്ഞാലേ എന്നെ കൊല്ലും. എന്താ കോള് കട്ട് ചെയ്തത്? ആരാ വിളിച്ചത്? അത് എന്റെ വീട്ടിൽ നിന്നാ അമ്മയെ വിളിച്ചത്. ആ, അമ്മമാര് വിളിച്ച സന്തോഷത്തോടെ ഫോൺ എടുക്കുകയല്ലേ വേണ്ടത്. നീ എന്തിനാ അത് കട്ട് ചെയ്തത്? ആ പാവം വല്ലാതെ വിഷമിക്കില്ലേ? അമ്മ തന്നെയായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം കാണും. നീ ഫോൺ എടുക്ക്. ഫോൺ എടുക്ക്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല. നീ എന്താ പിന്നെ അമ്മയുടെ ഫോൺ കട്ട് ചെയ്യുന്നു? ഇതിലെന്തോ ഒരു തരികിട ഉണ്ടല്ലോ. നീ എന്താ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. നല്ല ചൂട്. ആ, വല്ലാത്തൊരു ചൂടാണെന്ന് എനിക്കും തോന്നി. മേടമാസമൊക്കെ അല്ലേ? ആ, പിന്നെ ഏതായാലും വിളിച്ചു തരാണെന്ന് ഞാനും നോക്കട്ടെ. ഫോണിങ് തന്നേ. അതെന്തിനാ ഒരാളുടെ ഫോണ് മറ്റൊരാൾ നോക്കുന്നത്? ശരിയല്ല. ഒരു ശരികേടുമില്ല. ഞാനേ നിന്റെ അമ്മായിയമ്മയാ. നിന്റെ കാര്യം നോക്കാനുള്ള അധികാരമൊക്കെ എനിക്കുണ്ട്. ഫോണിങ് താ. ഇങ്ങോട്ട് തരാം. അല്ല പിന്നെ ദൈവമേ, തകർന്നു, എല്ലാം തകർന്നു. എന്തുവാടാ പിള്ളേര്? നശിപ്പിച്ചു ഈ പിള്ളേര്. കാരണങ്ങളൊന്നല്ല, രണ്ടായി. ഇന്ന് എന്നെ ഇവര് പൊരിച്ചടുക്കുമല്ലോ. എന്റെ ദൈവമേ, ഇത് ലോക്കായി പോയി. ഈശ്വര, ആശ്വാസം. ഇതെങ്ങനെയാ തുറക്കുന്നത്? നീ ഒന്ന് പറഞ്ഞു തന്നെ. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നീ ഒന്ന് പിടിച്ച ചേച്ചി വാ. എന്താ? ആ മീനാക്ഷിയുടെ ഒരു കാര്യം പറയാനുണ്ട്. വാ. പുറത്തേക്കൊന്നും പോണ്ട. എനിക്ക് പോണം, അത്യാവശ്യമായ കാര്യമുണ്ട്. അത്യാവശ്യമാണെങ്കിലും നീ ഇപ്പൊ പോവണ്ട, ഞാനാ പറയുന്നത്. ഇതെന്താ ഇത്? മനുഷ്യർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമില്ലേ? ഒരു കൂട്ടുകുടുംബം ആവുമ്പം ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ അല്പം ഒന്ന് ചുരുക്കണം. അതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനിങ്ങനെയൊക്കെ പറയുന്നതേ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്റെ മകനായതുകൊണ്ടാ. രാജലക്ഷ്മി അമ്മ കഴിഞ്ഞാൽ ഈ വീട്ടിലെ ഏറ്റവും അധികാരമുള്ള സ്ത്രീ ആയതുകൊണ്ട്. ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കണോ നിനക്ക്? ഇതിപ്പോ എന്ത് ചെയ്യും?
കുടിക്ക. എനിക്ക് നിങ്ങളുടെ ഫുഡൊന്നും ആവശ്യമില്ല. ഇതങ്ങനെ കട്ടിയുള്ള ഫുഡൊന്നും അല്ലല്ലോ, വെറും ചായയല്ലേ. ചായ ആണെങ്കിലും അത് നിങ്ങൾ തരുന്നതല്ലേ? അതിനെന്താ, ഒരമ്മ തരുന്നതായിട്ട് കരുതിയാ മതി. ദേ, നിങ്ങൾ എന്റെ അമ്മ ചമയാനൊന്നും നോക്കണ്ട. ഒരമ്മ വന്നിരിക്കുന്നു. എന്നോട് വൈരാഗ്യം കാണിച്ചു, പക്ഷേ ചായയോട് കാണിക്കണ്ട. ദാ നിങ്ങളുടെ ഒരു ചായ. ദാ നിങ്ങളുടെ ഒരു ചായ. നീ എന്താണ് ഈ കാണിച്ചത്? ഇത് നിന്റെ തറവാട് വീടൊന്നുമല്ല, ഹോസ്പിറ്റലാ. ഇതുപോലെയുള്ള വയ്യാവേലി കുരങ്ങിനെയൊക്കെ എടുത്ത് തോളത്ത് വെച്ചതിന് അമ്മയ്ക്ക് ഇത് തന്നെ കിട്ടണം. ഇവള് ചാബല്യം കാട്ടി നടക്കുന്ന മരഞ്ചാടി കുരങ്ങ. ദേ, എന്നെ കുരങ്ങെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. നീ ഇത്രയും നാളും താമസിച്ചത്, ഇനി അങ്ങോട്ട് താമസിക്കാൻ പോകുന്നത് ദൈവത്തെ പോലെയുള്ള എന്റെ ഈ അമ്മ താമസിക്കുന്ന വീട്ടില്. അത് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവും പുണ്യവും. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ അവിടെ നിന്ന് നിന്നെ ചവിട്ടി പുറത്താക്കും. പറഞ്ഞേക്കാം. അവളുടെ ഒരു നോട്ടം കണ്ടില്ലേ? നീ എന്താടി നോക്കി പേടിപ്പിക്കുന്നു? എന്തിനാ മോനെ വെറുതെ അവളെ വഴക്കു പറയുന്നത്? മോള് വാ, ഞാൻ പിടിക്കാം. നല്ല തല്ലുകൊണ്ടാലേ ഇവൾ അടങ്ങും. അമ്മേ, അമ്മ വിഷമിക്കണ്ട. തൽക്കാലം ഇവൾ ചെമ്പകമംഗലത്തിന് താമസിക്കട്ടെ. ഞാനും കൂടി മുത്തശ്ശനോടും മുത്തശ്ശിയോടും സംസാരിക്കാം. പക്ഷേ അവളെ സൂക്ഷിക്കണം. ഏത് നേരത്താണ് ഇവള് ജയരാമൻ അങ്കിളിന്റെയും മാധുരി ആന്റിയുടെയും ഫോട്ടോ എല്ലാരെയും കാണിക്കുന്നതെന്നറിയില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അതോടെ തീരുവല്ല. ആരെങ്കിലും കണ്ടോ മക്കളെ? ഇല്ല, ആരും കണ്ടിട്ടില്ല. ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ മുത്തശ്ശി കാണാതിരുന്നാ മതി. മുത്തശ്ശി കണ്ട മുത്തശ്ശനെ പൊരിക്കോ? പൊരിക്കുകയോ വറക്കുകയൊന്നുമില്ല. എന്നാലും ഇതൊരു ചീപ്പ് ഏർപ്പാടല്ലേ? ചെമ്പകമംഗലത്തെ ജനാർദ്ദന കൈമൾ ഹോട്ടലിൽ ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നു പലരും പറയില്ലേ? അല്ല, എല്ലാവരുടെയും കണ്ണുവിട്ടിച്ച് നിങ്ങളിത് എങ്ങനെ ഒപ്പിച്ചു? അത് മുത്തശ്ശ, ഡെലിവറി ചെയ്യാൻ വരുന്ന ആളെ കാത്ത് ഞങ്ങൾ നമ്മുടെ ഗേറ്റിന്റെ പുറത്തു നിന്ന് കളിച്ചോണ്ടിരുന്നു. അയാള് വന്നപ്പോ ഇതും വാങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് ഓടി. നമ്മള് 3 പേരും കൂടെ ഈ രഹസ്യ ഏർപ്പാടേ അധിക നാൾ നീണ്ടുപോകുമെന്ന് എനിക്ക് തോന്നില്ല. പലനാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പഴമൊഴി തന്നെ ഉണ്ട്. പോകുന്നിടത്തോളം പോട്ടെ. ഇത്ര പേടിയാണെങ്കിൽ മുത്തശ്ശൻ എന്നാ ചെയ്യുന്നത്? ഓ ചക്കര മുത്തേ, എനിക്കിങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. എനിക്കിഷ്ടമില്ലാത്തത് നിങ്ങളുടെ മുത്തച്ഛക്ക് ഇഷ്ടമില്ലാത്തോണ്ടാ. പക്ഷേ ഈ ഉണ്ണിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഒരു മുരിഞ്ഞ രുചി, നെയ്മണം, വറുത്ത തേങ്ങാക്കൊത്ത്. കഴിക്കും. അത് നോക്ക്. മാധുരി വധം, ജയറാം അറസ്റ്റ്. ഭാര്യ മാധുരിയെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതിന് ഭർത്താവ് ജയറാം പിടിയിൽ. കോടതി റിമാൻഡ് ചെയ്ത് ജയറാമനെ സബ് ജയിലിലേക്ക് അയച്ചു.
അച്ഛൻ ധൃതിയിൽ എങ്ങോട്ട് പോവാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. അതെവിടേക്കാ അച്ഛാ? എല്ലാം തന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? സത്യശീല, സർ. കാറിറക്ക്. ആ ശരി സർ. നീ ഈ മുറിയിലേക്ക് കയറി വരുന്നത് ആരെങ്കിലും കണ്ടോ വൈശാഖേ? എടോ, താനൊന്നുകൊണ്ടും പേടിക്കണ്ട, ആരും കണ്ടിട്ടില്ല. ദാ എന്റെ ഡാർലിങ്ങിന് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ്. താങ്ക്സ്. എനിക്കിഷ്ടപ്പെട്ടതായതുകൊണ്ട് ഇതെന്താ വാങ്ങി സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണോ? ഈ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒന്ന് പുറത്തു പോവാന്ന് പ്ലാൻ ഇട്ടതാ. അതും ആ സ്ത്രീ വന്ന് മുടക്കി. സത്യത്തിൽ ഈ വീട് ജീവിക്കുന്നത് ജയിലിൽ ജീവിക്കുന്നത് പോലെ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് ചാടിയേ പറ്റൂ. നീയല്ല വൈശാഖെ, ഞാനാ ജയിലില്. ഇഷ്ടമില്ലാത്ത പുരുഷന്റെ താലി കഴുത്തി കിടക്കുന്നത് മരിച്ചതിന് തുല്യമാ. നിന്നോടൊപ്പം എവിടെയെങ്കിലും പോയി ജീവിക്കണമെന്ന് വിചാരിച്ചത്. ഇപ്പോ അത് നടക്കുന്നില്ല. ഈ വീട്ടിനകത്ത് വെച്ച് മനസമാധാനമായിട്ടൊന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. പിടിക്കപ്പെട്ട മാനം മാത്രമല്ല, ജീവനും പോവും. ആ അമ്മയാണെങ്കിൽ ചില CBI നടക്കും പോലെ എന്റെ പുറകെ നടക്കുക. ആ പിള്ളേര് മാലതി ഇടയ്ക്ക് കയറി വന്നതുകൊണ്ടാ. അല്ലെങ്കിൽ മൈഥിലി ആരാ വിളിച്ചതെന്ന് കണ്ടുപിടിക്കാമായിരുന്നു. എന്തായാലും അവളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്. ഈ നരകത്തിൽ ജീവിക്കാൻ എനിക്ക് വയ്യടാ. എന്നെ നീ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയേ പറ്റൂ. എടോ, ഇപ്പൊ നമ്മൾ പോകുന്നത് എന്തായാലും ബുദ്ധിയല്ല. അതൊക്കെ സമയമെടുത്ത് തീരുമാനിക്കേണ്ട വിഷയമാണ്. അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും. അതുമാത്രമല്ല, ഈ പ്രഗ്നൻസി ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂ. നീ ആരോടാ സംസാരിച്ചത്? ഞാൻ ആരോട് സംസാരിച്ചില്ലല്ലോ. സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയല്ലോ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്ത് കാര്യത്തിന്? ഇനിയും വോമിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ലെന്നാ പ്രാർത്ഥിച്ചത്. ആവശ്യമില്ലാത്ത കാര്യത്തിന് ദൈവത്തിനെ ശല്യം ചെയ്യരുത്. പിന്നെ ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ഒരു കള്ളത്തരം നീ ഒളിപ്പിക്കുന്നുണ്ട്. ദൈവമേ, ഇതാകെ പ്രശ്നവും. ഇപ്പൊ ഈ മുറിന്ന് ഇവരെ ഇറക്കിയില്ലെങ്കിൽ വൈശാഖിനെ ഇവരെ കണ്ടുപിടിക്കും. അമ്മയ്ക്കെന്തോ സംശയരോഗം. കുറെ ദിവസമായിട്ട് ഞാൻ അമ്മയെ ശ്രദ്ധിക്കുന്നു. അമ്മ ഏത് നേരം എന്നെ വാച്ച് ചെയ്ത് എന്റെ പുറകെയാണ്. മനുഷ്യർക്കൊരു ഫ്രീഡം തരില്ലെന്ന് വെച്ചാ ഇതെന്റെ ഭർത്താവിന്റെ വീടോ അതോ സെൻട്രൽ ജയിലോ? അവള് പറഞ്ഞത് നേരാണോ? ഇനി എനിക്കാണോ സംശയരോഗം?
കാലുകൾ ഒടിഞ്ഞിട്ടൊന്നുമില്ല. എന്റെ കൈക്ക് മാത്രമേ പരിക്ക് പറ്റുള്ളൂ. തന്നെയല്ല, നിങ്ങൾ എന്നെ പിടിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇവളുടെ ഒരു അഹന്ത. മിക്കവാറും ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഇവളെ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് അയക്കേണ്ടി വരും. മര്യാദയ്ക്ക് നിന്നാ നിനക്ക് കൊള്ളാം.